എല്ലാവർക്കും നമസ്കാരം. ലോകം മൊത്തം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ്. എണ്ണവിലയാണെങ്കിൽ റോക്കറ്റ് പോലെ കുതിക്കുന്നു. പക്ഷേ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയാലോ? അവിടെയെല്ലാം പച്ചയാണ്. എന്താണിത്? മാർക്കറ്റിലെ ഈ ഒരു വിചിത്രമായ കളിക്ക് പിന്നിലെന്താണ്? വാ, നമുക്കിതിന്റെ ചുരുളഴിക്കാം. അതെ, ഇതാണ് നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, അല്ലേ? ലോകം മുഴുവൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ മാത്രം എങ്ങനെ ലാഭത്തിൽ വന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അത്ഭുതം സംഭവിച്ചത്? നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞത് മാർക്കറ്റ് ഇപ്പോൾ ഒരു വലിയ വടംവലിയുടെ നടുവിലാണ്. ഒരു സൈഡിൽ നോക്കിയാലേ US-ഇറാൻ ചർച്ചകൾ പൊഴിഞ്ഞു, എണ്ണവില $100 കടന്നുപോയി. പോരാത്തതിന് ഒരു യുദ്ധഭീഷണിയും. ഇതൊക്കെ മാർക്കറ്റിനെ താഴോട്ട് വലിക്കാൻ നോക്കുന്നു. പക്ഷേ മറുവശത്ത് നോക്കൂ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പ്രധാന സപ്പോർട്ട് ലെവലുകളിൽ പിടിച്ചുനിന്നു. വലിയ സ്റ്റോക്കുകളൊക്കെ നല്ല ലാഭമുണ്ടാക്കി. മിക്കവാറും പേരുടെയും പോർട്ട്ഫോളിയോ നല്ല പച്ച നിറത്തിലായിരിക്കും അവസാനിച്ചത്. അപ്പോൾ ഈ രണ്ട് വിപരീത ശക്തികൾ തമ്മിലുള്ള കളിയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിന്റെ ഈയൊരു അസാധാരണ കരുത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ലോകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്തൊക്കെയാണ് മാർക്കറ്റിനെ പേടിപ്പിക്കുന്ന ആ പ്രധാന ഘടകങ്ങൾ? നമുക്ക് നോക്കാം. അപ്പോൾ പ്രശ്നങ്ങളുടെ തുടക്കം ഇവിടെ നിന്നാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന വളരെ നിർണായകമായൊരു ചർച്ചയുണ്ടായിരുന്നു, അവരുടെ ആണവ പദ്ധതികളെപ്പറ്റി. അത് പൂർണ്ണമായി പരാജയപ്പെട്ടു. അതോടുകൂടി ലോകം മൊത്തം ഒരു പേടിയിലായി. അതിന്റെ ആദ്യത്തെ ഇഫക്റ്റ് കണ്ടത് എണ്ണവിലയിലാണ്. അത് കുതിച്ചുയരാൻ തുടങ്ങി. കാര്യങ്ങൾ അതിലും വഷളാക്കിയത് അടുത്ത ഭീഷണിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക്. അവിടെ ഒരു നേവൽ ബ്ലോക്കേഡ്, അതായത് ഒരു നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു അടുത്ത ഭീഷണി. ഇതൊരു വെറും വാക്കല്ല, മറിച്ച് ഒരു യുദ്ധത്തിനുള്ള നേർക്കുനേരെയുള്ള സൂചനയായിരുന്നു അത്. ഇത് വെറും ഒരു ഭീഷണിയല്ലെന്നുറപ്പാണ്. US മിലിറ്ററി പറഞ്ഞതെന്താണെന്ന് കേട്ടോ? അനുമതിയില്ലാതെ ഒരൊറ്റ കപ്പലിനെ പോലും അതുവഴി കടത്തിവിടില്ല. സിമ്പിളായി പറഞ്ഞാൽ, ലോകത്തേക്കുള്ള എണ്ണ സപ്ലൈ ഒറ്റ ദിവസം കൊണ്ട് നിലയ്ക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ പ്രത്യാഘാതങ്ങള് നമ്മളെ ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കും. പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നോക്കൂ. രാവിലെ ഒരു ഗ്യാപ് ഡൗണിൽ തുടങ്ങിയെങ്കിലും മാർക്കറ്റ് തകർന്നുപോയില്ല. പകരം വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളിൽ പിടിച്ചുനിന്നു ദിവസം മുഴുവൻ ആ ഒരു കരുത്ത് കാണിക്കുകയും ചെയ്തു. ഇത് തന്നെയല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ ആ വിരോധാഭാസം? ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. അതായത് അടുത്ത ട്രേഡിംഗ് ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നിർണായകമായ ലെവലുകൾ ഏതൊക്കെയാണ്? പിന്നെ ഒരു കാര്യം ഓർക്കണം. നാളെ, അതായത് ഏപ്രിൽ 14 അംബേദ്കർ ജയന്തി ആയതുകൊണ്ട് മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ടുതന്നെ ബുധനാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ലെവലുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബുധനാഴ്ച നമ്മൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലെവലുകൾ. നിഫ്റ്റിയുടെ കാര്യം നോക്കിയാൽ താഴെ 23,725, അതിനും താഴെ 23,500-നും 600-നും ഇടയിലൊരു ശക്തമായ സപ്പോർട്ട് സോൺ ഉണ്ട്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 24,050-നും 24,100-നും ഇടയിലായിരിക്കും ആദ്യത്തെ തടസ്സം. ഇനി ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 54,600 ഒരു പ്രധാന സപ്പോർട്ടും 56,000 ഒരു പ്രധാന റെസിസ്റ്റൻസുമായിരിക്കും. സെൻസെക്സിലേക്ക് വന്നാൽ 76,000 സപ്പോർട്ടും മുകളിലേക്ക് 77,100 മുതൽ 77,500 വരെ റെസിസ്റ്റൻസും പ്രതീക്ഷിക്കാം. ഈ ലെവലുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ശരി, ഇനി ഈ ടെക്നിക്കൽ ലെവലുകൾ മാത്രം നോക്കിയാൽ മതിയോ? പോരാ, ഇതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോ അടുത്ത കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊരു 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് ക്രൂഡ് ഓയിലിന്റെ വില. അത് മുകളിലേക്കാണോ താഴോട്ടാണോ എന്ന് നോക്കുക. രണ്ടാമത് US-ഉം ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തേത് ബുധനാഴ്ച രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ മൊത്തത്തിലുള്ളൊരു സെന്റിമെന്റ് എന്താണെന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ മാർക്കറ്റിന്റെ ദിശ തീരുമാനിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കും. എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെ മാർക്കറ്റ് ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ വ്യക്തമായൊരു പ്ലാൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നത് വളരെ അപകടമാണ്. നമ്മുടെ ഇമോഷൻസ് വെച്ച് തീരുമാനമെടുക്കാതെ നിങ്ങൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ലെവലുകൾ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക. പിന്നെ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ നിക്ഷേപങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റ് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് പണം നിക്ഷേപിക്കുന്നതിന് മുൻപായി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. ഇത് മറക്കരുത്. അപ്പോ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഒരു വശത്ത് ലോകം മുഴുവനുള്ള വലിയ പ്രശ്നങ്ങൾ, മറുവശത്ത് ഒട്ടും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ മാർക്കറ്റ്. ഈ വടംവലിയിൽ അവസാനം ആരായിരിക്കും ജയിക്കുക? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.
അടുത്ത വിശകലനവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സുരക്ഷിതമായി ട്രേഡ് ചെയ്യുക.